അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല വെള്ളത്തിലിട്ടതാണ്. അതിങ്ങനെ ഇങ്ങനെ കൈപ്പിടിക്ക് 2 കൈപ്പിടി എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഈ കപ്പിന് 1 കപ്പ്. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം കുറച്ചും കൂടി കടല കുതിർന്ന് കുറച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കാണുന്ന കടല എടുത്ത് ഒഴിവാക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം മതി. ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഇത്രയും ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. ഉപ്പിനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് രണ്ട് വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീ സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3 വിസിലും കൂടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വന്നതിന് ശേഷം പിന്നെ സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിൽ വന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. കൂട്ടുകറിയിലേക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ചേന കഷ്ണമാണ് എടുത്തത്. അളവിലൊന്നുമല്ല എടുത്തത്. ആ കടലയിലേക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ചേന കഷ്ണം മതി. പിന്നെ നേന്ത്രക്കായ, അത് ചെറുതായതുകൊണ്ട് 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. അത് നന്നായിട്ട് തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇനി നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നേന്ത്രക്കായും ചേനയും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തത്. അത് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചേന അധികം വേവില്ലാത്തതായതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക കേട്ടോ. വേവുള്ള ചേനയാണെങ്കിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുറച്ച് വെന്തതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം കേട്ടോ. എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയാണ് കേട്ടോ എടുത്തത്. വലുതല്ല, നന്ന ചെറുതും അല്ലാത്തൊരു തേങ്ങയാണ് ഉണ്ടായത്. അപ്പോൾ അത് എടുത്ത് അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ജീരകമാണ്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ വേവാനുണ്ട്. കുറച്ചുകൂടി വെള്ളം വറ്റണം. കുറച്ചുകൂടി വേവണം. ചേനയും കായും കുറച്ചും കൂടി വേവണം. കുറച്ചുകൂടെ വെന്തതിൻ്റെ ശേഷം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ കടലയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മധുരം കൂടെ ചേർക്കുന്ന ആയതുകൊണ്ട് ഉപ്പ് കൂടുതൽ പാടില്ല, കുറച്ചേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നുകൂടി വേവട്ടെ. പിന്നെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഞാൻ കടലയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്തതായതുകൊണ്ട് ഇതിൽ പൊടികൾ ഇടുന്നില്ല. ഒന്നുകൂടി അടച്ച് വെച്ച് വേവട്ടെ. ഇനി വെന്തോന്നൊന്നും കൂടി നോക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരുവിധം വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
ഉപ്പ് കുറച്ച് മതി കേട്ടോ. കടല വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മതി. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഞാൻ കടലയിലിട്ട് പോയി, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. ഒന്നുകൂടി ഉപ്പ് പിടിക്കുന്ന വരെ ഒന്നുകൂടി അടച്ച് വെക്കുക. ചേനയും കായും പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടല വേവിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം വറ്റിപ്പോയി. അത്രയും മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം അടച്ച് വെക്കാം. ഇളക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ലാസ്റ്റ് ഇടാം കേട്ടോ. തേങ്ങ കൂടി അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതേ വലിപ്പത്തിലുള്ള 2 ആണി ശർക്കര ചീവി വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. അത് മുഴുവൻ ചേർക്കണ്ട കേട്ടോ. കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ശർക്കരയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് വറുത്തിടാനായിട്ടൊരു പാൻ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്, തണുപ്പായതുകൊണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ടു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ചരുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. വറുത്തെടുക്കണം. ആവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാതെ നന്നായിട്ട് മൂത്ത് കിട്ടണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുക. തേങ്ങ പാകമായിട്ടുണ്ട്, വറവെല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നല്ലോണം പാകമായിട്ടുണ്ട്. ഇനി നമുക്കത്
കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൻ്റെ മുന്നേ മാറ്റി വെച്ച ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്, മധുരം കുറവായപ്പോൾ. നന്നായിട്ട് ഇളക്കിയതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കായും ചേനയും വേവിക്കുമ്പോൾ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അതിതിൽ വന്നില്ല കേട്ടോ. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ആദ്യം കുറച്ച് വേവിക്കുമ്പോൾ ഇട്ടതാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. മധുരവും ഒക്കെ പാകമാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഉപ്പ് കൂടുതൽ ഇടരുത് കേട്ടോ. കുറച്ച് മധുരം കൂടുതൽ ചേർക്കുന്നതായതുകൊണ്ട് ഉപ്പ് കുറച്ചേ ഇടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ഉപ്പ് കൂടി പോവരുത്. പിന്നെ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കണം കേട്ടോ. അത് നോക്കിയതിൻ്റെ ശേഷം ചേർത്താൽ മതി. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.